തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ തന്നെ നിസ്സവർഗത്തിന് വേണ്ടി പോരാടിയ ഒരു നേതാവായിരുന്നു സഖാവ് വി എസ് നമ്മുടെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ സംഭാവന ചെയ്ത നേതാവാണ്. അദ്ദേഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. അതായത് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള തെറ്റായ നിലപാടുകൾക്കെതിരായിക്കൊണ്ട് പൊരുതാനുള്ള പ്രേരണയായിട്ട് പ്രവർത്തിച്ചത്. അദ്ദേഹം പാർട്ടി നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനത്തോടൊപ്പം തന്നെയാണ് പിന്നീട് ഭരണാധികാരി എന്നുള്ള ചുമതലയും നിർവഹിച്ചത്. ദീർഘകാലം നമ്മുടെ കേരളത്തിലെ നിയമസഭാ അംഗമായിരുന്നു. 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. ആ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ചീഫ് വിപ്പായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. 2006 നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരികയുണ്ടായി. ആ സന്ദർഭത്തിൽ കേരള നിയമസഭയുടെ സ്പീക്കറായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. വീണ്ടും 2011 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം MLA ആയി പ്രവർത്തിക്കാനുള്ള ഒരവസരമുണ്ടായി. തീർച്ചയായും നമ്മുടെ നാടിനെ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന വലിയൊരു നേതാവിനെയാണ് നമ്മുടെ ഈ VSന്റെ വേർപാടിലൂടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം VSനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരുപക്ഷെ ഫിസിക്കൽ പ്രസൻസ് ഒരുപക്ഷെ കേരളത്തിൽ ഇനി ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയവും ആ രാഷ്ട്രീയം വരുംകാല രാഷ്ട്രീയങ്ങൾക്ക് ഭാവികാല രാഷ്ട്രീയങ്ങൾക്ക് ഒക്കെ വലിയ ഊന്നായി വലിയ നാന്ദിയായി ഒക്കെ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ അത് വലിയ പാഠഭേദങ്ങളും തിരുത്തും ഒക്കെയായി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും പ്രസക്തമായ ഒരു രാഷ്ട്രീയമാണ് VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. ആ രാഷ്ട്രീയം അങ്ങനെ നിൽക്കും. നമുക്കറിയാം VS എന്ന് പറയുന്ന രണ്ട് കാലഘട്ടങ്ങൾ. ഒന്ന് സംഘടനാ മനുഷ്യനായ VS, രണ്ട് പാർലമെന്ററി മേഖലയിലുള്ള VS. ഇപ്പോൾ സംഘടനാ മനുഷ്യനായിരുന്ന VS കർക്കശക്കാരനായ VS നമുക്കറിയാം. പക്ഷെ അപ്പോഴും പാർട്ടി നേരത്തെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ കാലത്ത് MV രാഘവൻ പാർട്ടി വിട്ട സമയത്ത് ഒക്കെ പാർട്ടി ആടിയൊലിഞ്ഞ സമയത്ത് ഒരു യഥാർത്ഥ കപ്പിത്താനായി പാർട്ടിക്ക് ഒന്നും സംഭവിക്കാതെ പാർട്ടിയെ ചേർത്ത് നിർത്തിയ ഒരു പാർട്ടി സെക്രട്ടറി VS, ദീർഘകാലം പാർട്ടി സെക്രട്ടറി VS ഉണ്ട്. അതൊരു പക്ഷേ ഈ സമീപകാലം നമ്മൾ VSനെ കൂടുതൽ വായിക്കാനും കേൾക്കാനും തുടങ്ങിയ VSന് മുമ്പുള്ള VS ആണ്. അതിനുശേഷം ഒരു VS ഉണ്ടാവുന്നുണ്ട്. ആ VS ആണ് ഒരു പരിണാമങ്ങളുടെ VS. ആ VS എന്ന് പറയുന്ന ഈ രീതിയിൽ സ്വയം ഉടച്ചു വാർത്ത് അക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പറയപ്പെടുന്ന കടുത്ത കാർക്കശ്യത്തിൽ നിന്നും നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി മണ്ണിനും മനുഷ്യനും വേണ്ടി ഏത് എക്സ്റ്റന്റിലും ഏത് അർത്ഥത്തിലും പോയി പൊരുതാൻ കഴിവുള്ള ഒരു നേതാവായി മാറുന്ന VSനെ കണ്ടു. ഒരുപക്ഷെ ആ VS ആയിരിക്കണം വലിയ പോപ്പുലർ വലിയ ജനകീയനായ ഒരു VS ആയി പിന്നീട് മാറുന്നത്. ആ ജനകീയ നമ്മൾ ഇന്നലെയും ഇന്നുമായി നമ്മൾ അങ്ങനെ കാണുന്നു. ഈ ക്യൂ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇവിടെ ദർബാർ ഹാളിന്റെ ഒരു വാതിലിൽ രണ്ട് സൈഡിൽ നിന്നും ക്യൂ ഇങ്ങനെ വന്ന് VSനെ ഒരു കാണുന്നുണ്ട്. പക്ഷേ ക്യൂ വളരെ വേഗത്തിലാണ്. അതിനകത്ത് ക്രമീകരണങ്ങൾ വളരെ ശക്തമായതുകൊണ്ട് തന്നെ പോലീസിംഗ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആൾക്കാർക്ക് വന്ന് കണ്ടിറങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ വളരെ ശക്തമായതുകൊണ്ട് തന്നെ ക്യൂ വളരെ വേഗതയിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്.